മുകേഷുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഇന്നലെ സംഭവിക്കുകയും അതിനെ തുടർന്ന് വലിയ ചലനങ്ങൾ സിനിമാ മേഖലയിലും മറ്റും ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലം ഒരുങ്ങുന്നത്. മുകേഷിനെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകർ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയോട് CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ആരംഭിക്കുന്ന തൊട്ട് മുൻപ് ഒരു ചോദ്യം ചോദിച്ചു. അതായത് മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. മുകേഷ് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് PK ശ്രീമതി സ്വീകരിച്ചത്. നമുക്ക് നേരത്തെ അറിയാം, വൃന്ദാക്കാരാട്ടും ആനി രാജയും ഒക്കെ ഈ വിഷയത്തിൽ മുകേഷിനെതിരെ ഈ പറഞ്ഞതുപോലെ MLA-മാർക്കെതിരെ ഈ പീഡന പരാതികളിൽ ഉൾപ്പെട്ടവർക്കെതിരെ ആരോപണ വിധേയർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സമാനമായ നിലപാട് തന്നെ ഏതാണ്ട് PK ശ്രീമതി സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം അവരവൻ തന്നെയാണ് എടുക്കേണ്ടതെന്നും ഔചിത്യപൂർണമായ തീരുമാനം എടുക്കണമെന്നും ഒപ്പം ഇത് പറഞ്ഞതുപോലെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനിക്കണമെന്നുമാണ് PK ശ്രീമതി പറഞ്ഞത്. PK ശ്രീമതിയുടെ വാക്കുകളിലേക്ക്. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉയരുകയും ആരോപണ വിധേയനാവുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. മറ്റ് പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും. പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔചിത്യപൂർവ്വം അവനവന്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് അവനവന് തന്നെയാണ്. അതാണ് അതിന്റെ ഭംഗി. അവരവന്റെ ധാർമ്മിക ബോധം വെച്ച് തീരുമാനമെടുക്കണം. കാരണം ഒരു പീഡന ആരോപണത്തിലാണ് മുകേഷ് MLA മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം അറസ്റ്റ് ചെയ്തതിനു ശേഷം പുറത്തിറക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴും CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു MLA ഇത്തരം ഒരു കേസിൽ പെടുകയും ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനാകണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി കൂടിയാണ് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. VV അരുൺ തുടരുന്നുണ്ട്. അരുണ്, ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് തൊട്ട് അതിനോട് പങ്കെടുക്കാൻ പോകുന്ന PK ശ്രീമതി തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് ശ്രദ്ധേയമാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട വനനേതാക്കൾക്കൊക്കെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സെക്രട്ടേറിയറ്റിലും ഈ വിഷയം ഇതേ നിലപാടോടുകൂടി തന്നെ PK ശ്രീമതി ഉന്നയിക്കാൻ സാധ്യതയുണ്ടോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റും തോന്നാത്ത ധാർമ്മികതയുടെ അംശമാണ്, അല്ലെങ്കിൽ ധാർമ്മികത എന്ന വശമാണ് ഇപ്പോൾ PK ശ്രീമതി CPM-ന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. മുകേഷ് രാജിവെക്കേണ്ടത് CPM തീരുമാനിച്ചത് കീഴ്വഴക്കങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഒരു എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് മന്ത്രി പദവി ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉള്ള സ്ഥാനത്ത് ഒരാൾ രാജിവെച്ചാൽ, ഒരു കുറ്റം വരുമ്പോൾ ആ ഒരു കുറ്റാരോപിതനാകുമ്പോൾ രാജിവെച്ചാൽ അവിടെ തിരിച്ചു വരാനുള്ള അവസരം അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകും. പക്ഷേ MLA സ്ഥാനം എക്സിക്യൂട്ടീവ് പദവിയല്ല. അവിടെ രാജിവെച്ചാൽ ഇനി മുകേഷ് കുറ്റം ചെയ്തില്ലെന്ന് തെളിഞ്ഞാൽ അതേ തിരിച്ചു വരാൻ അവസരമുണ്ടാകില്ല. MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് സ്വാഭാവികമായും അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അവിടെ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വശം ചൂണ്ടിക്കാട്ടിയാണ് മുകേഷ് രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുകേഷിന്റെ രാജി ആവശ്യം തള്ളിക്കളഞ്ഞത്. പിന്നീട് കോടതിയിൽ കേസ് വരുമ്പോൾ കുറ്റപത്രമൊക്കെ സമർപ്പിക്കപ്പെടുമ്പോഴൊക്കെ മുകേഷ് രാജിവെക്കണമെങ്കിൽ ആ ഘട്ടത്തിൽ ആലോചിക്കാം എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയല്ലോ അരുൺ. മുകേഷിനെതിരെ കേസ് ഉണ്ടാകുന്നു, മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നു, മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം മുകേഷിന് പുറത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഒരുങ്ങുന്നു. പക്ഷെ അപ്പോഴും ഈ ആരോപണ നടത്തിയ സ്ത്രീ അവർ വളരെ കൃത്യമായി തന്നെ മുകേഷിനെതിരെ ശക്തമായി ഇപ്പോഴും രംഗത്തുണ്ട്. അവർ തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിയമ നടപടികളുമായി മുകേഷിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യവുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടിയാണ് MLA കടന്നു പോകുന്നത്. രഞ്ജിത്ത്, CPM സെക്രട്ടേറിയറ്റ് മുകേഷിന്റെ രാജി ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ വ്യത്യസ്തമായുള്ളത് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. അതുകൊണ്ട് CPM-ന്റെ സെക്രട്ടേറിയറ്റ് നിലപാട് മാറ്റേണ്ട സാഹചര്യം ആ തലത്തിലില്ല. പക്ഷേ
ഞാൻ സൂചിപ്പിക്കുന്നത് പി കെ ശ്രീമതി പറഞ്ഞ ധാർമ്മികതയുടെ അംശമാണ്. അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണാതെ വിട്ട, കണ്ടില്ലെന്നടിച്ച ധാർമ്മികത. പണ്ടൊക്കെ CPM എല്ലാ വിഷയങ്ങളിലും ആദ്യം പറയുന്ന ധാർമ്മികതയാണ്. നിയമത്തിനപ്പുറത്തേക്ക് ധാർമ്മിക വശങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് CPM ഓരോ കാര്യവും ചെയ്യുന്നത്. ആ CPM മറന്ന ധാർമ്മികത ചൂണ്ടിക്കാട്ടുകയാണ്. ഇങ്ങനെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കൂടി നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് CPMന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നേരത്തെ CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാകാരാട്ട് സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. CPIയുടെ ദേശീയ നേതാവ് ആനി രാജ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആനി രാജയൊക്കെ ഇവിടുത്തെ CPI തള്ളിപ്പറഞ്ഞുവെങ്കിലും അത്തരം രണ്ട് നേതാക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. അവരുടെ പട്ടികയിലേക്കാണ് പി കെ ശ്രീമതി ഈ വിഷയത്തിൽ ഇപ്പോൾ അവരുടെ പ്രതികരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവർ ഈ പ്രതികരണം നടത്തിയ സമയമാണ് ഏറ്റവും പ്രധാനം. നിർണായകമായ സംസ്ഥാന സെക്രട്ടറി യോഗം ചെയ്ത് തൊട്ടു മുമ്പാണ് പി കെ ശ്രീമതി പ്രതികരണം നടത്തിയത്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെയാണ് മുകേഷിനെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് CPM ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ തുടരുക. മുകേഷ്